അപ്പം നമ്മുടെ ക്രിസ്പി പക്കോട, ചിക്കൻ പൊട്ടാറ്റോ പക്കോട എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വലിയുള്ളി 2 സ്ലൈസ് ആക്കിയത്, പൊട്ടാറ്റോ ഇതുപോലെ 2 ഗ്രേറ്റ് ചെയ്ത്, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ നമ്മൾ വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ ചിക്കൻ ഇതുപോലെ ബോൺലെസ് പീസ് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ, കനം കുറച്ചിട്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വരട്ടെ. ഇനി ഫ്രൈ ചെയ്യാൻ നേരത്താണ് നമുക്കിതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ കടലമാവ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കടലമാവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങ് ചിക്കനൊക്കെ നിൽക്കണം കേട്ടോ കാണുമ്പോൾ. അതിൽ കഴിക്കാനും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ട് വരും. നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.